ജാതിമത വർഗവർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗ ഭേദമന്യേ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നന്തര നമസ്കാരം. ഞാൻ ഹരീഷ് പ്രബുദ്ധ, കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ. എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശിവരാത്രി കഴിഞ്ഞു, പോങ്ങൻ ഉണർന്നു. ഒരുപാട് സജ്ജനങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും പോകും. പോകലും വരലും ഒക്കെ ഒരു വശത്ത് നടക്കട്ടെ. ഈ പോങ്ങൻ നാവടി തുടരാം. ഈ ഖരരൂപിയായിട്ടുള്ള ഒരു കഠിന സംസ്കാരമല്ല സനാതന ധർമ്മം എന്നാണ് എന്റെ ഒരു ചിന്ത. അതുപോലെ ഹിന്ദുവിന് സ്വതന്ത്രനായിട്ടുള്ള ഒരു മനുഷ്യൻ എന്നാണ് ഈ പോങ്ങൻ കൽപ്പിക്കുന്ന അർത്ഥം. ആ നിലയ്ക്ക് ഈ ഞാനും ഒരു ഹിന്ദുവാണ്. ഹൈന്ദവതയെ സ്വാതന്ത്ര്യത്തിന്റെ പര്യായമായും ഈ പോങ്ങൻ അളക്കും കേട്ടോ. സനാതന ധർമ്മം സമുദ്രമാണ് എങ്കിൽ ഹൈന്ദവത അതിൽ അലയടിക്കുന്ന തിരയാണ്. ഒരു ഹിന്ദു എന്നാൽ സമുദ്ര ജലത്തിലെ ഒരു തുള്ളിയും. ആ കണക്കിന് ഈ പോങ്ങനും ഒരു തുള്ളി ഹിന്ദു തന്നെയാണ്. ഒരു കുഞ്ഞു തുള്ളി ഹിന്ദു, രൂപം കൊണ്ട് തീർച്ചയായിട്ടും ഒരു വലിയ തുള്ളി ഹിന്ദു. ഈ സനാതന ധർമ്മം തിരതല്ലി നുരഞ്ഞടങ്ങുന്ന നൈമിഷിക സത്യവുമല്ല. ഇളകാതെയും കാറ്റുപിടിക്കാതെയും ആഴത്തിലേക്ക് അതിശാന്തമായി വളരുന്ന ആത്മീയ ശക്തിയാണ് സനാതന ധർമ്മം. അതുകൊണ്ടാണ് അസൽ ആത്മീയത ഉള്ളിൽ പേറുന്നവർ ആഴത്തിൽ ആണ്ടുമുഴുകുന്നത്. അവർ ഒരിക്കലും ബാഹ്യശക്തിയായ കാറ്റിന്റെ ഇടപെടലിൽ ഇളകില്ല. അവർക്ക് കരുത്തു വ്യതിയാനം സംഭവിക്കില്ല. തിരതല്ലി നുരഞ്ഞ് അവർ ഇല്ലാതാവുകയുമില്ല. അതുകൊണ്ട് മുകളിൽ അലയടിക്കുന്ന ഹൈന്ദവ തിര കണ്ട് അതാണ് ഹിന്ദു ശക്തി എന്ന് കണക്കാക്കുന്നത് അബദ്ധമാണ്. ശാന്തമായി ആഴത്തിലേക്ക് ആണ്ടുവളരുന്ന ആത്മീയതയുടെ സ്വച്ഛതയാണ് യഥാർത്ഥ ഹൈന്ദവത. ഈ അതിരുകൾ കൊണ്ട് രാജ്യങ്ങൾ തീർത്ത് കിടക്കുന്ന കരഭൂമിയെ ചുറ്റി സമുദ്രം കിടക്കുന്നത് പോലെ സനാതന ധർമ്മമാകുന്ന സമുദ്രത്തിലാണ് സകല മതങ്ങളും ഖരരൂപം പൂണ്ട് ആചാരവിധികൾ കൊണ്ട് അതിരുകൾ പണിത് മതനിർമ്മാണം നടത്തിയിരിക്കുന്നത്. സകല മതങ്ങളും സനാതന ധർമ്മത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണെന്നാണ് പോകൻ പറഞ്ഞതിന്റെ ചുരുക്കം. അമർന്നിരുന്ന് ആലോചിച്ചാൽ പോകൻ പറഞ്ഞത് കിട്ടും. അതുകൊണ്ട് ഹൈന്ദവതയെ ഇല്ലാതാക്കാനോ സനാതന ധർമ്മത്തെ നശിപ്പിക്കാനോ ഈ പ്രപഞ്ചത്തിനല്ലാതെ ഒരു ശക്തിക്കും സാധ്യമല്ല. ഏതെങ്കിലും വ്യക്തിക്ക് സംഘടനയ്ക്കോ സംരക്ഷിക്കാനോ സംഹരിക്കാനോ സാധിക്കുന്ന ഒന്നുമല്ല ഈ സനാതന ധർമ്മം അല്ലെങ്കിൽ ഹൈന്ദവത. ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് പ്രകൃതിയാണ് കേട്ടോ. പ്രകൃതി പറഞ്ഞു കേട്ടതൊക്കെ ഞാനിവിടെ പങ്കിടുക മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ലാതെ കേമത്വം പറയുന്നതല്ല. മറ്റൊരു പണിയുമില്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്നു മാത്രം കൂട്ടിയാൽ മതി. ഞാൻ പറയുന്നതിനെ അപ്രിയമായി സ്വീകരിക്കുന്ന എന്റെ ഹൈന്ദവ സഹതുള്ളികൾ എന്നെ തള്ളി ഏതെങ്കിലും മതത്തിന്റെ കരയിലിട്ട് ഉണക്കിയാലും ബാഷ്പീകരിച്ചുയരുന്ന എന്നെ വീണ്ടും പ്രകൃതി ജലത്തുള്ളിയായി മാറ്റിയിരിക്കും. ഒരു ഹൈന്ദവ തുള്ളിയായി ഞാൻ അങ്ങനെ വീണ്ടും സനാതന ധർമ്മമാകുന്ന സമുദ്രത്തിൽ വന്ന് ചേരുകയും ചെയ്യും. ഭാരതം എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തെ സംരക്ഷിക്കാൻ നമ്മുടെ ഇവിടെ ഭരണാധികാരികളുണ്ട്, യോഗ്യരായിട്ടുള്ള ഭരണാധികാരികളുണ്ട്. ഗുണമുള്ളവരെ തിരഞ്ഞെടുക്കാൻ തലയ്ക്ക് ബലമുള്ള വോട്ടർമാർ ഇവിടെ ഉണ്ട്. ഭാരതാംബയുടെ മൂത്ത മക്കളായിട്ടുള്ള നല്ല ഇനം സംഖ്യകൾ ഈ രാജ്യത്തെ നിസ്വാർത്ഥമായി സേവിക്കുന്നുമുണ്ട്. സന്മനസ്സും സദ്ബുദ്ധിയും സേവന തൽപരതയുമുള്ള പൗരജനത ഇവിടെ ധാരാളമായിട്ടുണ്ട്, കോടിക്കണക്കിന്. സാമൂഹ്യ ബുദ്ധിയും പൗരബോധവും സാഹോദര്യഭാവവും സഹജീവി സ്നേഹവുമുള്ള കോടിക്കണക്കിന് മനുഷ്യരുണ്ട് ഈ മണ്ണിൽ വേരൂന്നി വളരുന്നവരായിട്ട്. തരികിട മക്കൾ വളർന്ന് തളർന്നോളും. തൽക്കാലത്തേക്ക് വളരും, പിന്നെ തളരും. ഒരൊറ്റ കാര്യം കൂടി പോകാൻ പറഞ്ഞിട്ട് നിർത്തിക്കോളാം ഈ സംസാരം കേട്ടോ. ഭാരതാംബയുടെ അമ്മ അത് മാനവികതയാണ്, അച്ഛൻ ആത്മീയതയും. എന്ന് വെച്ചാൽ ആത്മീയതയ്ക്ക് മാനവികതയിൽ ഉണ്ടായിട്ടുള്ള മകളാണ് നമ്മുടെ അമ്മയായിട്ടുള്ള ഭാരതാംബ. ഈ പോങ്ങൻ ആ അമ്മയ്ക്ക് പറഞ്ഞ പൗരനാണ്. ഒരുത്തന്റെ മുന്നിൽ മുടുതുണി താഴ്ത്തി എന്റെ ദേശക്കൂറ് കാട്ടേണ്ട കാര്യം എനിക്കില്ല, അതിനുള്ള സൗകര്യവുമില്ല, ചെയ്യുകയുമില്ല. വഴിപിഴച്ചു പോയിട്ടുള്ള എന്റെ സഹോദരങ്ങൾ എന്നെ തറവാട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കാൻ നോക്കിയാലും അത് നടക്കില്ല കേട്ടോ. ഒന്ന് ശ്രമിച്ചു നോക്ക്, നടക്കില്ല. അമ്മയോടുള്ള എന്റെ ഉള്ളിലെ കൂറാണ് എന്റെ ദേശസ്നേഹം. അതുപോലെ മുത്തച്ഛനോടുള്ള എന്റെ ആദരവാണ് എന്നിലെ ആത്മീയത. മുത്തശ്ശിയോടുള്ള എന്റെ കർത്തവ്യമാണ് എന്നിലെ മാനവികത. പോങ്ങനെ അളക്കാനുള്ള നാഴിയൊന്നും നിന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഹങ്കാരമല്ല കേട്ടോ, പച്ച പരമാർത്ഥം മാത്രമാണ്. എന്നെ ദേശദ്രോഹി എന്നും ഹിന്ദു വിരുദ്ധനെന്നും വിളിച്ച് അൺസബ്സ്ക്രൈബ് ചെയ്തു പോയിട്ടുള്ള സകല തലതിരിയൻ സഹോദരങ്ങൾക്കും എന്റെ നടുവിരൽ കൂപ്പിയുള്ള നമസ്കാരം. മേലിൽ ഇമാതിരി ഒരു സംസാരം ഇവിടെ നിന്നും ഉണ്ടാവില്ല കേട്ടോ. അത് പതിവ് പ്രേക്ഷകരോട് പോകൻ പറയുകയാണ്. ഇനി ഇങ്ങനെ ഒരു സംസാരം ഇവിടെ നിന്നും ഉണ്ടാവുകയില്ല. ഇത്രയും പറയാതിരുന്നാൽ ഞാൻ പോങ്ങനല്ലാതെ പോകും. അതുകൊണ്ട് പതിവ് പ്രേക്ഷകർ തീർച്ചയായിട്ടും ഈ പോങ്ങനോട് ക്ഷമിക്കണം. വളരെ കെട്ട ഒരു കാലത്തിലൂടെയായിരുന്നു പോങ്ങൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇന്നലെ ശിവരാത്രി പ്രമാണിച്ച് സകല പ്രശ്നങ്ങളും പരമനെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ ഏറെക്കുറെ സ്വതന്ത്രനായി. നാളെ മുതൽ നമുക്ക് പഴയതുപോലെ പൊതുകാര്യങ്ങളുമായി മുന്നോട്ട് പോവാം. എന്റെ കെട്ടകാലത്തെ ആ വിരസത പകരൽ സഹിച്ചുകൊണ്ട് കൂടെ നിന്ന എല്ലാവരോടും പോകാനുള്ള സ്നേഹാദരങ്ങൾ തീർച്ചയായിട്ടും പോകാൻ അറിയിക്കുകയാണ്. നമുക്കെല്ലാം നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. ഈ ചാനലിൽ നിന്ന് കഴിഞ്ഞ 1-2 ദിവസത്തിനകം ഏതാണ്ട് 100-180ഓളം ആളുകൾ കൊഴിഞ്ഞു പോയി. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ ആർക്കെങ്കിലും ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ചെയ്യണം. ഞാനതിനെ അർഹിക്കുന്ന ഒരാളാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്. അത്യാഗ്രഹമാണോ എന്നും എനിക്കറിയില്ല. പക്ഷേ ഈ കൊഴിഞ്ഞു പോയതിന്റെ പകുതിയെങ്കിലും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്കൊരു സന്തോഷം, അത്ര മാത്രമേ ഉള്ളൂ. സ്നേഹം.
നമുക്കിനിയും കാണാം. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ശരി. ഞാനൊരു ഹിന്ദുവാണ്. നല്ല ദേശസ്നേഹമുള്ള, ഹൈന്ദവ പറ്റുള്ള, മാനവിക ഭാവമുള്ള, സഹജീവി സ്നേഹമുള്ള, പൗരബുദ്ധിയുള്ള ഒരു പോങ്ങനാണ്. ഹിന്ദുവാണ്, മനുഷ്യനാണ്. അത്രയൊക്കെ ഉള്ളൂ ഞാൻ. അതുകൊണ്ട് എന്നെ കൂമ്പാളെ ഉടുപ്പിക്കാൻ നോക്കണ്ട. ഇവിടെ നിന്റെ അതിജീവനം മുട്ടിക്കും എന്നാണ് ഒരു ഹൈന്ദവ സംഘടനയിലെ 1-2 പേർ പോകനോട് വളരെ സന്തോഷത്തോടുകൂടി, സ്നേഹബുദ്ധിയോടുകൂടി പറഞ്ഞത്. ഭീഷണി. എൻ്റെ അതിജീവനം മുട്ടിക്കുമെന്ന്, കഞ്ഞികുടി മുട്ടിക്കുമെന്ന്. കാണാം. We had our ups and downs, baby. Sometimes we were tight and sometimes oceans apart. Gotta learn just how to move on without you. Move on without you.